അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ നൗസൂൻ്റെ ഒരാഗ്രഹം വല്ലാത്ത ആഗ്രഹം, അതൊന്ന് പിരിച്ചു വിട്ട് പോകുക നിങ്ങൾക്ക് നല്ലത്. ഏത് AP വിഭാഗം സംഘടന പിരിച്ചു വിട്ട് പോകുക നല്ലത്. എന്നിട്ട് വേണമെങ്കിൽ ഓൻ്റെ കൂടാ, ഓനെ നേതാവാക്കിയിട്ട് ഓനെ സുൽത്താനുൽ ഉലമാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൻ്റെ ഒപ്പം കൂടാ. ഇത് താൽക്കാലികങ്ങളൊന്ന് പിരിച്ചു വിടിൻ, ഓൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് പോകല്ലേ, പുറത്തുനിന്ന് പറയാ, എന്നിട്ട് ഉള്ളിൽ പോയി പറയുന്ന തെറിക്ക് കണക്കൂല്ല. പുറത്തുനിന്ന് നല്ലത് പറയാ, പിന്നെ ഉള്ളിൽ പോയിട്ട് പറയുന്ന തെറിക്ക് കണക്കൂല്ല. എന്തേപ്പാ തെറി? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അതുപോലെയുള്ള ആളുകൾ വലിയ സെക്രട്ടറിയെ കുറിച്ച് അത് ശരി. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരും അതുപോലെയുള്ള ആളുകളും വലിയ സെക്രട്ടറിയെ പറ്റിയിട്ട് പലതും പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്ന് കേട്ടൊക്കെ ബാക്കി പറയട്ടെ നൗഷാദ്. ഏതായാലും പറഞ്ഞ തെറികളുടെ കൂമ്പാരങ്ങൾ എത്രയുണ്ട്. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലത്തെ ആളുകൾ വലിയ സെക്രട്ടറിയായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ പറഞ്ഞ തെറിക്കൊരു കണക്കുമില്ല. അത് എത്രങ്ങാനും ഉള്ളത് ഇവൻ്റെ കയ്യിലേ ഒരു പാടുണ്ട്. ഇവനപ്പോൾ ഒരു തെറി പറയണത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാണ്. നല്ലത് പറയണല്ല, തെറി പറയണ എന്താ വെച്ചാൽ അത് നോക്കിക്കൊണ്ട് നടക്കുക. ബാക്കി പറയാം. കുന്നമംഗലത്ത് നിന്ന് ഞാൻ പറഞ്ഞിരുന്നു ചിലതൊക്കെ പുറത്തു വിടാൻ നേരാകുന്നുണ്ട്. കുന്നമംഗലത്ത് നിന്ന് ഓൻ പറഞ്ഞിരുന്നു അത്രേ, ചിലതൊക്കെ പുറത്ത് വിടാൻ നേരാകുന്നുണ്ട് എന്ന് പറഞ്ഞു. നേരായിക്കണടാ, വീട് ചെയ് ഇജ്ജങ്ങോട്ട് വിട്ടൂടേന്ന്. എന്താ ആരും നീ കാത്തിക്കണത്? ബുഖ്താനി തരീക്കത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, സമ്മതം ചോദിച്ചോക്കെ ബുഖ്താനിയോട്, അപ്പോൾ പറഞ്ഞു തരും. അതിന് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയുന്നില്ല. അന്നാരും തെറി പറയണ അന്നാരും പറയുന്നില്ലടാ. ഇജ്ജ അത്തരി മുസാഫിൻ്റെ നടുക്കണ്ടായിട്ട് പോവുകയല്ലേ, പിന്നെ എങ്ങനെ അന്ന തെറി പറയണ? അന്ന തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ പറയാം. നിങ്ങൾ പറഞ്ഞു വെച്ച തെറികളാണ്, ആത്മവഞ്ചനയാണത്. ഉള്ളിൽ ഫാസിക്കായി പരിചയപ്പെടുത്തുന്നു, നല്ല തെറി പറയുന്നു, പുറത്ത് ആളുകളോട് പറയുന്നു സുൽത്താനുൽ ഉലമയാണ്. പൊന്മള ഉസ്താദും അതുപോലത്തെ ആളുകളും ഉള്ളിൽ ഫാസിക്കായിട്ട് പരിചയപ്പെടുത്തുന്നു. ആരെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളില്ലേ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഉള്ളിൽ ഫാസിക്കായിട്ട് പരിചയപ്പെടുത്തുന്നു ആരെ? കാന്തപുരം ഉസ്താദിനെ. പുറത്ത് സുൽത്താനുൽ ഉലമ എന്നും പറയുന്നു. ബാക്കി സുൽത്താനുൽ ഉലമനെ അങ്ങോട്ട് പോയി പഠിപ്പിക്കുന്നു, ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ എന്ത് ദീന, എന്ത് സെറ്റപ്പാ നിങ്ങളെ സെറ്റപ്പ്? അതാ മനസ്സിലാവാത്ത. സുൽത്താനുൽ ഉലമക്ക് അങ്ങോട്ട് പോയിട്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെ എന്ത് ദീനാണ്, എന്ത് സെറ്റപ്പാണ് നിങ്ങളെ സെറ്റപ്പ്? നൗഷാദേ, എനിക്കൊരു വർത്താനം കേൾക്കണം. എന്നാൽ മോനെ, ഞങ്ങൾക്ക് സുൽത്താനുൽ ഉലമ തന്നെയാണ്. ഞങ്ങൾക്ക് പൊന്മള ഉസ്താദ് തന്നെയാണ്. അതുപോലത്തെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞല്ലോ ജി, അതൊന്നിരിക്കൽ പേരോട് ഉസ്താദായിരിക്കും, അതല്ലെങ്കിൽ ഖലീൽ തങ്ങൾ പാപ്പയായിരിക്കും, ഇതുപോലത്തെ ആളുകളായിരിക്കും. ഒരേനല്ലപ്പം എൻ്റെ ടാർഗറ്റ് അവരായിരിക്കും. ഞങ്ങൾക്ക് അവരൊന്നും എന്ത് ജി പറഞ്ഞിട്ടും കാര്യമില്ല മോനെ. ഞങ്ങളെ നേതാക്കന്മാരെ ജി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ അവരെ വിട്ടിട്ടുള്ള കളിയില്ല. എൻ്റെ ബുഖ്താനിയെ അംഗീകരിക്കൂല. എൻ്റെ ബുഖ്താനിയെ ഞങ്ങളാരും അംഗീകരിക്കുന്ന അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, അഖിലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു സുന്നികളും, അത് AP സമസ്ത എന്നില്ല, EK സമസ്ത എന്നില്ല, ദക്ഷിണ കേരള എന്നില്ല, സംസ്ഥാനം എന്നില്ല, ഒരാളും എൻ്റെ ഈ ബുഖ്താനിയെ അംഗീകരിക്കൂല. എൻ്റെ ബുഖ്താനിയെ അംഗീകരിക്കുന്ന എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അതും ശരി തന്നെ ആയിരിക്കും. ഓൻ പറയുന്നിടത്തും കാര്യമുണ്ട്. എന്നാലും ഇപ്പം എന്തേ ഓൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോരുന്ന അതിലും അല്ല ഇതിലും അല്ല കുറച്ച് ആൾക്കാരുണ്ട്. ഈ കഞ്ഞിയല്ല ചോറുമല്ല ചൊറിഞ്ഞി എന്നില്ലേ, അന്ന മാതിരിക്കത്തെ ആരെങ്കിലും എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടാവും എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിനെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന, അള്ളാൻ്റെ ദീനിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന, ദീനിനെ പേടിക്കുന്ന, പിന്നെ മതത്തിൽ അത്രമാത്രം വിശ്വാസമുള്ള ഒരാളും വല്ലാഹി സത്യൻ്റെ ഒപ്പം കൂടൂല.
കാരണം എൻ്റെ ഓരോ പ്രസംഗങ്ങളും എടുത്തു നോക്കിയാൽ സൽമാൻ അസേരി പറഞ്ഞതുപോലെ തുറന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ പറയാം. എൻ്റെ തൊള്ളങ്ങട്ട് തുറന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ പറയാം. ഇങ്ങനെയുണ്ടൊരു മനുഷ്യന്മാർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുറന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ നെഞ്ഞത്തേക്ക് ഓനൊക്കെ പറയുന്നത് കേട്ട AP ഉസ്താദിനെ, പൊന്മള ഉസ്താദിനെ, അതുപോലെ തന്നെ പേരോട് ഉസ്താദിനൊക്കെ പറയുന്നത് കേട്ട എന്താ ഇവനൊക്കെ ഇവനൊക്കെ ഒരു മുസ്ലിമാണോ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. തലീകെട്ടും താടിയും ഉണ്ടായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. തലീകെട്ടും താടിയും വലിയ നിസ്കാരക്കുപ്പായോ നിസ്കാരത്തായമ്പൊക്കെ വെച്ച് കണ്ട് തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഇബ്ലീസും പറ്റിച്ചത്. അവിടെ ചെന്ന് കാണ്ട് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിന്നിട്ട് കരഞ്ഞത് ആരാണ്? ആരുടെ രൂപത്തിലാണ്? വലിയൊരു പണ്ഡിതൻ്റെ വേഷത്തിലാണ് എന്ന് തഫ്സീർ സ്വാവിയിൽ നോക്കിയ ചരിത്രത്തിൽ അങ്ങനല്ലേ? അതും പറ്റിച്ചത് എങ്ങനെയാണ്? നല്ല മൂല്യേര വേഷത്തിലാണ്. ആ രൂപമാണ് നിന്നിൽ കാണപ്പെടുന്നത്. നിന്റെ സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ ഇബ്നു സക്കയ്യുടെ ആ സംസാരം എന്നീല അജുദു മിൻക റിഹൽ കുഫ്ർ. എൻ്റെ ഈ കാട്ടിക്കൂട്ടലും എൻ്റെ ഈ പ്രസംഗവും എൻ്റെ ഈ ഒരുമിച്ച് കൂട്ടലുമൊക്കെ കാണുമ്പോൾ നിന്നിൽ നിന്നും ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾക്ക് ഒരു കുഫിരിയത്തിൻ്റെ വാസന വരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോ. അത് നമുക്കൊരിക്കലും യോജിച്ചതല്ല. വേഗം അസറായിൽ വരുന്ന റൂഹിനെ പിടിക്കുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെടാൻ നോക്കിക്കോ. ബുഹ്താനിക്ക് വേണ്ടിക്കൊണ്ട് ജനങ്ങളടിയിൽ പണ്ഡിതന്മാരെ കബളിപ്പിച്ച് നടന്നാൽ ആഖിറം നഷ്ടപ്പെട്ടു പോകും. പൊന്നാര നൗഷാദെ, ഇപ്പം ഇന്നലെ പറഞ്ഞു ഇതൊക്കെ പാടെ ഒലിച്ചു പോവുകയാണ്. കാന്തപുരം വിഭാഗം ഒക്കെ പിടുത്തം വിട്ടു എന്നാണ് പറഞ്ഞത്. എടാ, ഇന്നലെ നടന്ന കേരള യാത്രയുടെ തുടക്കം ഒന്ന് നോക്കാജ്. തുടക്കം നോക്കാം. അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അത്ര ജനസമുദ്രമായിരുന്നു. കണ്ടച്ച് അത് ആരാണ് അറിയാം? പണ്ഡിതന്മാരുണ്ട്, പിന്നെ പാവപ്പെട്ടവരുമുണ്ട്, വലിയ വലിയ മുതലാളിമാരുണ്ട്. എൻ്റെ മാതിരി പലിശക്കെടുത്തുകാണ്ട് കൊണ്ടേ കൊടുക്കല്ല, അല്ലെങ്കിൽ ലോൺ എടുത്തുകാണ്ടല്ല. നോക്കിക്കോ, അത്ര ജനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നടന്ന പരിപാടിയാണിത്. രാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. കാമിലരാഗതമായി സുൽത്താനിതവരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. സുന്ദര സൗഹൃദ മന്ത്രമതോ കാന്തിക ശക്തിയിൽ കലുഷ നിലങ്ങൾ ഉടച്ചിതവാർക്കുന്നു. رسم الإنسانية في قلوب هنون يا من. കണ്ടത് ഇതാ ഇന്ന് ആൾക്കാരെണ്ണം കുറഞ്ഞു, ആൾക്കാർ പോയി, ആൾക്കാർ അവിടെ പോയി ഇവിടെ പോയി. ചങ്ങായി, ഇതിൽ ആൾക്കാർ കൂടുതലാണ്. ഇതിൽ ജനങ്ങൾ സുന്നത്ത് ജമാഅത്തിനെ വിശ്വസിക്കുന്ന, പണ്ഡിതന്മാരിൽ വിശ്വസിക്കുന്ന, ആഖിറത്തിനെ പേടിയുള്ള ആൾക്കാരൊക്കെ ഇതിൽ കൂടും. അത് ഇതിലും കൂടും. ജിഫിരിത്തങ്ങൾ പാപ്പ നടത്തിയ പിന്നെ പരിപാടിയിലും കൂടും, ഒക്കെ കൂടും. അത് രണ്ട് സുന്നത്ത് ജമാഅത്തായിട്ടാണ് പോണത്. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കോ. എത്ര ഏത് രൂപത്തിൽ കടന്ന് ചത്തിട്ടും കാര്യമല്ല. എൻ്റെ ഈ ബുഹ്താനിയിലേക്ക് ഇന്ന് ആളെ കിട്ടാൻ വളരെ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കോ.